ഹലോ. അപ്പോൾ ഞാനിന്ന് എനിക്കൊരു വന്നിട്ടുള്ളൊരു കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്താ കേസ് എന്ന് വെച്ചാൽ, എനിക്കൊരു പേഷ്യൻ്റ് വരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളാളുടെ ഒരു ലേഡിയാണ്, ഒരു 36-37 ഏജ് ഉണ്ടാവും. ആളുടെ വായ കംപ്ലീറ്റ് ആയിട്ട് റെഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലായിട്ട് നല്ല ചോന്ന് ഇരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നാക്കൊക്കെ കംപ്ലീറ്റ് വിണ്ട് ഇരിക്കുകയാണ്. പേഷ്യൻറ്റിന് തീരെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. എരിവ് എന്ന് പറഞ്ഞ സാധനം തൊടാൻ പറ്റുന്നില്ല. എരിവ്, ഉപ്പ്, പുളി പോലെ സാധനം തൊടാൻ പറ്റുന്നില്ല. അതുകൂടാതെ അവർക്ക് ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഫുള്ളൊരു പുകച്ചിൽ ഫീലിംഗ് ഉണ്ട്. കൂടെ നല്ല ഡ്രൈനെസ്സും കാണുന്നുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഒട്ടാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റ് റെഡ് ആയിട്ടിരിക്കുക. നമ്മളെ എപ്പിത്തീലിയൽ ടിഷ്യൂസൊക്കെ കംപ്ലീറ്റ് റെഡ് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുകയാണ്. പല സ്ഥലത്ത് മുറിവുകളുണ്ട്, ചെറിയ ചെറിയ ഇൻഫെക്ഷൻ കാണുന്നുണ്ട്, ചെറിയ വൈറ്റിഷ് കളർ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ കുറേ കാലമായി ഒരു ഈ ഇഷ്യൂവിൽ സഫർ ചെയ്യണത്. ഡോക്ടേഴ്സിനെ കുറേ പേര് കണ്ട്, മോഡേൺ ഡോക്ടേഴ്സിനെ കണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കണം മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കണം മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എന്തോ ഇവർക്ക് റിക്കറൻ്റ് ആയ ഒരു റിസൾട്ട് കാണുന്നില്ല എന്ത് ചെയ്തിട്ടും. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ കേസ് എടുത്തെടുത്ത് വന്നപ്പോൾ ഞാൻ ഇവരെ ജോലിനെ പറ്റി ചോദിച്ചപ്പോൾ, ഇവരെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവർ കുക്കാണ്. അപ്പോൾ ഹോട്ടൽ, 2-3 ഹോട്ടലുള്ള ഒരു ഉടമസ്ഥൻ്റെ വീട്ടിൽ ഗോഡൗണിൽ അവരിരുന്ന് കുക്കിംഗ് ആണ്. പല 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 ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യുക, ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുക്ക് ചെയ്യണ ഭക്ഷണങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യുക. അതിൽ ചിക്കൻ ഉണ്ടാവും, പല പല മസാലാസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ഉണ്ടായേക്കെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ നമ്മളെ വായനൊക്കെ ഒരു ചെറിയ കോട്ടിങ് ഉണ്ട്. ഈ കോട്ടിങ്ങാണ് നമ്മളെ എരിവിനും എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം നമുക്ക് തൊലി ഉള്ളതുപോലെ തന്നെ വായനൊരു ചെറിയ കോട്ടിങ് ഉണ്ട്, മ്യൂക്കസിൻ്റെ ഒരു കോട്ടിങ് ഉണ്ട്. ഈ കോട്ടിങ് എന്തോ കാരണവശാൽ ഇൻഫ്ലെയിംഡ് ആയി, എന്തോ കാരണവശാൽ കംപ്ലീറ്റ് പോയി. അത് പല കാരണം കൊണ്ടാവാം. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ടേസ്റ്റ് ചെയ്തതായിട്ട് ഒരു ഇറിറ്റൻ്റ് ആണല്ലോ. നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്കറിയാം, അതിൽ കുറേ മസാലാസ് ഉണ്ടാവും, അജിനോമോട്ടോ പോലെ സാധനം ഉണ്ടാവും, സ്പൈസസ് ഉണ്ടാവും, പല സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ടച്ച് ചെയ്ത് ആ മ്യൂക്കസ് ലെയർ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മൾ ഇതുമ്പോൾ തൊലിയും എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയൊക്കെ എരിവ് അല്ലെങ്കിൽ മുളക് തേച്ചാൽ സംഭവിക്കുക. അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും, അവിടെ ഒരു റെഡ്നെസ് വരും. അതേ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്ത് എങ്ങനെ അത് സക്സസ് ആയി ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കംപ്ലീറ്റ് ഉള്ള ഈ കോട്ടിങ്ങിനും ഈ ഒരു ഇൻഫെക്ഷനും ഈ അലർജിക് റിയാക്ഷനും നമുക്ക് എങ്ങനെയും മാറ്റണം. അപ്പോൾ ആയുർവേദത്തിൽ ഒരു ത്രിഫലം എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട്. അതിൽ ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ, ഒരു ക്ലെൻസിങ് ആക്ഷനുള്ള ഒരു പൗഡറാണ് ഈ സാധനം. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ പേഷ്യൻറ്റിന് പറഞ്ഞു, തിളപ്പിച്ചിട്ട് 3 നേരം ജസ്റ്റ് ഒന്ന് വായിൽ വെറുതെ ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ അവിടെ എന്ത് റിയാക്ഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ആ ഏരിയയിലുള്ള ഇൻഫെക്ഷൻ അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു അലർജിക് റിയാക്ഷനിങ് അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. വേറെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഇത് മാത്രം ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ലൈറ്റ് ഫുഡ്, വളരെ ബേസിക് ആയിട്ടുള്ള ഭയങ്കര സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഏറ്റവും സിമ്പിളായിട്ടുള്ള കഞ്ഞി പോലെ ഭക്ഷണങ്ങൾ ഒരു 2 ദിവസം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ത്രിഫലം വെച്ച് ജസ്റ്റ് 3 days കഴുകാണ് ഞാൻ പറഞ്ഞോളൂ. ഒരു 3 days കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു 3 days എന്നെ വിളിച്ച് പറഞ്ഞു, അത്യാവശ്യം ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്, എന്നാലും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ അവരോട്, ഈ ദ്രാക്ഷായി എന്ന് പറഞ്ഞ കഷായം ഉണ്ട്. ദ്രാക്ഷായി എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിൻ്റെ കഷായ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതൊരു കയ്പുള്ള കഷായമല്ല, ഇതൊരു മധുരമുള്ള കഷായമാണ്. പിന്നെ ഇതിന് ഈ ആവശ്യമുള്ള പോഷണം കൊടുക്കാനാണ് കൊടുക്കുക. വെച്ചാൽ ഇതിൽ ഉണക്കമുന്തിരിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാത്തിലും ഇതിലുണ്ട്. ഒരു കൂളിംഗ് ആക്ഷനും കിട്ടും. അപ്പോൾ ദ്രാക്ഷാദി കഷായം ഒരു 4 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി വെച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് അവർക്കുള്ള ഈ മ്യൂക്കസ് ലെയർ റീജനറേറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള പോഷണം ആ കഷായത്തിന് കിട്ടും. നമുക്ക് തേർഡ് എന്താ ചെയ്യേണ്ടത്, അവിടുത്തെ ഒരു തൊലി പോയിട്ടുണ്ടല്ലോ, അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം സലൈവ വരുന്നുണ്ട് എപ്പോഴും, പിന്നെ ഫുഡൊക്കെ കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആര്യവേപ്പിൻ്റെ നെയ്യ് കിട്ടും, തിക്തകൻ നെയ്യ്. അപ്പോൾ ഈ നെയ്യ് അവരോട് ഇതേപോലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു 4 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അത് ചെറിയ അളവിൽ ഒരു മൈക്രോ ഡോസ് ആയിട്ട് ഒരു 5 ഗ്രാമിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ച് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് അവർ ചെയ്യാൻ തുടങ്ങി. ഒരു 10-15 ഡേയ്സിനുള്ളിൽ അവർക്കൊരു 10% റിലീഫ് കിട്ടി. കാരണം മ്യൂക്കസ് ലെയർ പോയേക്കും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, ഒരു 3 ഡേയ്സ് പിടിക്കും. ഒരു 15 ഡേയ്സ് ആയിരിക്കും അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയായിരുന്നു. ഇതിനൊപ്പം തന്നെ നല്ല മോഡേൺ ഡോക്ടേഴ്സ് അവർക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തിരുന്നു, ഈ ബി കോംപ്ലക്സ് പോലെ സാധനം കൊടുത്തിരുന്നു. അപ്പോൾ അതും ഞാൻ അവരൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു വിത്തിൻ 1 month ഉണ്ടല്ലോ അവരെ കംപ്ലീറ്റ് ഈ
നാക്കൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അവിടെ വൈറ്റ് കളർ പറഞ്ഞ് റെഡ്നെസ് മാറി എല്ലാ സംഭവം ശരി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേസ് ഞാൻ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു.